പാലസ്തീൻ്റെ അകത്ത് വികസിച്ചു വന്നൊരു പ്രതിരോധമുണ്ട്. അത് ചെറിയ പ്രതിരോധമൊന്നുമല്ല. ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ അവർ പുല്ല് തിന്നുന്നതിനെക്കുറിച്ചാണ്. അവർ പുല്ലാണ് തിന്നുന്നത്. പക്ഷേ വേറൊരു ഘട്ടത്തിൽ അവരുടെ മതാധികാരികളോട് അവരെഴുതി ചോദിച്ചത് മൃതദേഹം ഭക്ഷിക്കാൻ മതത്തിൽ വകുപ്പുണ്ടോയെന്നായിരുന്നു. നമ്മൾ കണ്ണ് നിറഞ്ഞു. ഇതിൽ ഹമാസ് ഒരു ഭയങ്കര ക്രൈം ചെയ്തു എന്ന് പറയുന്നത് പലസ്തീനികൾ ഒരു ക്രൈം ചെയ്തു എന്നുള്ളതാണ്. ഹമാസ് വേണോ വേണ്ടെന്ന് പറയേണ്ടത് പലസ്തീനികളാണ്. അവരുടെ ഇടയിലാണല്ലോ അവരുള്ളത്. മാത്രമല്ല ഗാസ ഹമാസാണ് ഭരിക്കുന്നത്. അപ്പം ഹമാസ് ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നവർ പലസ്തീനികളോട് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള ഉത്തരം പറയാനുള്ള ധാർമ്മിക ബാധ്യത കൂടി ഉള്ളവരാണെന്നുള്ളതാണ്. ആ ഒരു ഉത്തരം കിട്ടുന്നില്ല. ആ ഒരു ഉത്തരത്തെക്കുറിച്ച് ആരും പറയുന്നില്ല. ഹമാസിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഐക്യരാഷ്ട്രസഭ സംവിധാനപരമായി തന്നെ ലോകത്തിലെ മേധാവിത്വമുള്ള രാജ്യങ്ങൾക്ക് നയങ്ങൾ നിർണ്ണയിക്കാൻ കഴിയുന്ന ഒന്നാണ്. അതിൻ്റെ സെക്യൂരിറ്റി കൗൺസിലിലെ രാജ്യങ്ങളെന്ന് പറയുന്നത് മുതലാളിത്ത രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് പാശ്ചാത്യ മുതലാളിത്ത അതിനായക രാജ്യങ്ങൾക്ക് സ്വാധീനമുള്ളതാണ്. അവർക്ക് എന്താണ് വീറ്റോ അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡെമോക്രാറ്റിക്കായ ഫങ്ഷനിങ്ങിനെ പൂർണ്ണമായി ലോക മേധാവിത്വ ശക്തികളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമാക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ജന്മകാലം മുതൽ ഐക്യരാഷ്ട്രസഭ. രാജ്യാതിർത്തികളില്ലാത്ത ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അപ്പോൾ അതേസമയം മതത്തിൻ്റെ പേരിലും രാജ്യാതിർത്തികളുടെ പേരിലും അല്ലെങ്കിൽ ദേശഭക്തിയുടെ പേരിൽ, കുറഞ്ഞുപോയ ദേശഭക്തിയുടെ പേരിലുമൊക്കെ ആളുകൾ കൊന്നുകളയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളത് വളരെയധികം നിരാശാജനകമായിട്ടാണ് തോന്നുന്നത്. നമ്മുടെ കോമൺ സെൻസിന് ഇൻതിഫാദ എന്നുള്ള വാക്ക് തന്നെ സ്വീകാര്യമല്ലല്ലോ. നമ്മളെ കേരളത്തിൽ കലോത്സവ വേദിക്ക് ഇൻതിഫാദ എന്ന് പേര് വരുമ്പോഴേക്ക് നമ്മൾ പരിഭ്രമിച്ചു പോകാണല്ലോ. KN അവസാനം പറഞ്ഞു നടത്തിയ നമ്മുടെ സയനിസ്റ്റുകളും ഫാസിസ്റ്റുകളും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അത് ഒരു വ്യക്തത അതിൽ വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ഈ സയനിസം എന്ന് പറഞ്ഞത് ഒരു പക്ഷേ ഫാഷിസത്തിൻ്റെ ഒരു അവസാനത്തെ റിസൾട്ടായിരിക്കും. കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ജൂതന്മാർ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഹോളോകോസ്റ്റുകളും ഇത് നടന്നതാണ്. ഒരുപാട് ലിറ്ററേച്ചർ അതിനെപ്പറ്റി എഴുതപ്പെട്ടു. നമുക്ക് സങ്കടം ഉണ്ടാവും, നിരാശ ഉണ്ടാവും. പക്ഷേ നമ്മുടെ സങ്കടങ്ങളെ, നിരാശയെ നമ്മൾ സമരത്തിനുള്ള, പ്രക്ഷോഭത്തിനുള്ള ഇന്ധനമാക്കി മാറ്റണം. സമരോത്സുകമായ ശുഭാപ്തി വിശ്വാസം അല്ലാതെ പീഡിത ജനതയ്ക്ക് മുമ്പിൽ മറ്റൊരു വഴിയുമില്ല. അതാണ് യാഥാർത്ഥ്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫലസ്തീൻ പ്രശ്നത്തിലുള്ള ഒരു ട്രൈറ്റേഴ്സ് അല്ലെങ്കിൽ വഞ്ചകന്മാർ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് മിഡിൽ ഈസ്റ്റിലുള്ള സൗദി അറേബ്യ തൊട്ട് ചെറുതും വലുതുമായിട്ടുള്ള UAE തൊട്ടുള്ള രാഷ്ട്രങ്ങളാണ്. കാരണം ഇതിനകത്തൊരു കൃത്യമായ നിലപാടില്ലാത്തതും ഇതിനകത്ത് എന്ത് ചെയ്യണമെന്ന് ഒരു ലോകരാഷ്ട്രത്തിന് മുകളിൽ കൃത്യമായ സമ്മർദ്ദം ചെലുത്താൻ മാത്രം പ്രാപ്തിയില്ലാത്തതുമായ രാഷ്ട്രങ്ങൾ, ഈ പറഞ്ഞ സഹായങ്ങളൊന്നും നേരത്തെ ചെയ്തിട്ടില്ലാത്ത രാഷ്ട്രങ്ങൾ. നമുക്കറിയാം ഈ ഫലസ്തീനിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ജീനോസൈഡിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ സഹായം രാഷ്ട്രീയമായിട്ട് എടുത്തിട്ടുള്ളതും അല്ലാതെയുള്ള മെറ്റീരിയൽ സഹായങ്ങൾ കൊടുത്തിട്ടുള്ളതും ഏറ്റവും ആദ്യം രംഗത്ത് വന്നത് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസാണ്. ബ്രസീൽ ഉൾപ്പെടെയുള്ള കൺട്രീസാണ് ആദ്യം രംഗത്ത് വന്നിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം അയർലൻഡ് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. മാത്രമല്ല UN ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അതിനകത്ത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുക്കുന്നുണ്ട്. എന്നാൽ ഇതിനകത്ത് ഏറ്റവും മോശമായ നിലപാടുകൾ എടുത്തു പോരുന്നത് ഈ ഇസ്രായേലുമായി ബന്ധം പുനഃസ്ഥാപിക്കുക എന്ന ഒരു മുദ്രാവാക്യവുമായിട്ട് ഇത്രയും കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരുതരം ഗ്ലോബലൈസേഷൻ പ്രോ ആയിട്ടുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എന്ന് നമ്മൾ പറയുന്ന മിഡിൽ ഈസ്റ്റ് കൺട്രീസാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു ക്രൈസിസ് വലുതാണ്. അവിടെ ഇപ്പം ഫലസ്തീൻ ഒരു ചർച്ചാ വിഷയമല്ലാതായി പോകുന്നതിന് പ്രധാന കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ രാഷ്ട്രങ്ങളുടെ ഒരു നിലപാടില്ലായ്മ. നമ്മളിപ്പം ബാക്കി അമേരിക്കയെയും അല്ലെങ്കിൽ യൂറോപ്പിനെയൊക്കെ കുറ്റപ്പെടുത്തുമ്പോഴും ഈ തരത്തിൽ, അതായത് അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഒക്കെ ഒരുതരം ദല്ലാൾ രാഷ്ട്രങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രങ്ങൾ ഒരു നിലപാടുമില്ലാതെ ശരിക്കും ഒരു സഹോദര രാഷ്ട്രത്തെ അതിൻ്റെ പൂർണ്ണമായ തകർച്ചയിലേക്ക് തള്ളിവിടുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. KN എന്താ തോന്നുന്നു? വളരെ കറക്റ്റാണ്. കാരണം ഇതൊരു നേരത്തെ മുസാഫർ പറഞ്ഞ പോലെ ഒരു വലിയ പ്രോജക്റ്റ് തന്നെയാണ്. അതിൽ ഇമ്പീരിയലിസത്തിൻ്റെയും സയനിസത്തിൻ്റെയും വലിയ അജണ്ടയാണ്. ഈ കൃത്രിമ രാഷ്ട്രത്തിൻ്റെ രൂപീകരണത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ സാമ്രാജ്യത്വവും സയനിസവും എപ്രകാരം ഒന്നിച്ചു നിന്നു എന്ന് കാണാൻ പറ്റും. അവർക്കിടയിൽ ചില വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ വൈരുദ്ധ്യങ്ങൾ മറികടന്നുകൊണ്ട് അവരൊന്നിച്ചു നിന്നു. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് മാത്രമല്ല, അവിടെ ഒരു വിഷയത്തെക്കുറിച്ചും ആ രീതിയിലുള്ള ജനാധിപത്യ പ്രതികരണങ്ങൾ രൂപപ്പെടുകയില്ല. ചെറിയ ചില അപവാദങ്ങൾ നേരത്തെ ഉണ്ടായത് അറബ് അപ്രൈസിങ്ങിൻ്റെ
സമയത്ത് മാത്രമാണ്. അപ്പോൾ അവിടുത്തെ ഭരണകൂടങ്ങൾ അമേരിക്കൻ താല്പര്യങ്ങളുമായി 100% പൊരുത്തപ്പെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതേസമയം അവിടുത്തെ ജനത സത്യത്തിൽ പാലസ്തീനൊപ്പമാണ്. ആ ഐക്യം അവർക്ക് കൃത്യമായി പ്രകടിപ്പിക്കാനാവുന്നില്ല എന്നുള്ളത് ഈ പറഞ്ഞ ഭരണകൂടത്തിൻ്റെ ഒരു മേൽക്കോയ്മയുടെയോ അതിൻ്റെ ഒരു മർദ്ദന സംവിധാനത്തിൻ്റെയൊക്കെ വിജയത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒരു വൈരുദ്ധ്യം വളർന്നു വരുന്നുണ്ട്. അതായത് അവിടുത്തെ ഭരണകൂടങ്ങൾ അമേരിക്കൻ സാമ്രാജ്യത്തിനൊപ്പം നിൽക്കുമ്പോൾ അവിടുത്തെ ജനത പാലസ്തീനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ലോകവ്യാപകമായിട്ട് പാലസ്തീൻ അനുകൂലമായുള്ള ഇടപെടലുകൾ ശക്തമാവുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ നിലവിലുള്ള ഔപചാരികമായ സാർവദേശീയ സംഘടന അതിന് നിരവധി പരിമിതികളുണ്ട്. ഇപ്പോഴല്ല, വളരെ മുമ്പ് സമീഹൽ കാസിമിനെ പോലുള്ള പാലസ്തീനിയൻ കവികൾ ഉടുത്തൊരുങ്ങി വരുന്ന UN-ലെ മാന്യന്മാരോട് എന്ന് പറഞ്ഞ് കവിതയൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ കിലോമീറ്റർ നീളമുള്ള പ്രസ്താവനകൾ കൊണ്ടും നിങ്ങളുടെ കിലോ കണക്കിന് ഭാരമുള്ള വാഗ്ദാനങ്ങൾ കൊണ്ടും ഞങ്ങൾക്ക് എന്ത് കാര്യം ഹേ മാന്യരെ എന്നൊക്കെ ചോദിച്ച് വളരെ നേരത്തെ തന്നെ ഇത്തരം സാർവദേശീയ സംഘടനകൾ എടുക്കുന്ന സമീപനം അവർ പ്രശ്നവൽക്കരിച്ചിട്ടുണ്ട്. എങ്കിലും പ്രതീക്ഷയുടെ ഒരു തരി ബാക്കി നിൽക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പോൾ പോലും ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറിയും മറ്റും ചരിത്രം സയണിസത്തെ ഇസ്രായേൽ ഭരണകൂടത്തെ ഓർമ്മിപ്പിക്കാൻ, അതായത് ഒക്ടോബർ 7-നല്ല എന്ന കാര്യം അമർത്തി പറയാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ലോകവ്യാപകമായിട്ട് പാലസ്തീൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ, ചെറുതും വലുതുമായുള്ള പ്രക്ഷോഭങ്ങൾ വളർന്നു വന്നാൽ അത് അറബ് രാഷ്ട്രങ്ങൾക്കകത്തും ഇസ്രായേലിനകത്തും അമേരിക്ക ഉൾപ്പെടെയുള്ള സാമ്രാജ്യ രാഷ്ട്രങ്ങൾക്കകത്തും വലിയ ചലനങ്ങളുണ്ടാക്കും. ഇപ്പം നമ്മൾ വിയറ്റ്നാമിനെ ഓർമ്മിച്ചെടുക്കുന്നുണ്ട്, അത് വളരെ കൃത്യമാണ്. പക്ഷേ വിയറ്റ്നാം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, വിയറ്റ്നാം വളരെ പെട്ടെന്നല്ല. വിയറ്റ്നാമിൽ അമേരിക്കയുടെ പതനം എന്ന് പറയുന്നത് സത്യത്തിൽ അമേരിക്ക വിയറ്റ്നാമിൽ നേരിട്ട പരാജയം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പ്രചരിക്കുകയും അമേരിക്കക്കകത്തും പുറത്തും വമ്പിച്ച പ്രക്ഷോഭം ഉണ്ടായിത്തീരുകയും ചെയ്തപ്പോഴാണ് വിയറ്റ്നാമിൽ അമേരിക്ക പിന്തിരിഞ്ഞ് ഓടേണ്ടി വന്നത്. എന്നിട്ടും റാംബോ സീരീസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കൊമ്പത്ത് തന്നെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ അവർ തുടർന്നു, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പം പ്രക്ഷോഭം തന്നെയാണ് പാലസ്തീൻ വിമോചനത്തിൻ്റെ. ആ പ്രക്ഷോഭത്തിന് ഒരു രീതിയല്ല, പലതരം രീതികൾ. അതിലൊരു രീതിയെക്കുറിച്ചാണ്, 2 രീതിയെക്കുറിച്ച് മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒന്ന് ബഹിഷ്കരണം, സയണിസ്റ്റ് സാമ്രാജ്യത്വ ഉൽപ്പന്നങ്ങളുടെ അവരുടെ ഇടപെടലുകളുടെ ഒക്കെ ബഹിഷ്കരണം. രണ്ടാമത്തേത് ഈ ഔപചാരികമായിട്ടുള്ള മനുഷ്യാവകാശ സംഘടനകൾ അവരൊക്കെ നടത്തുന്ന സമരങ്ങൾ. പിന്നെ തീർച്ചയായിട്ടും പാലസ്തീൻ്റെ അകത്ത് വികസിച്ചു വന്നൊരു പ്രതിരോധമുണ്ട്. അത് ചെറിയ പ്രതിരോധമൊന്നുമല്ല. ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച്, ഇപ്പോൾ അവർ പുല്ല് തിന്നുന്നതിനെക്കുറിച്ചാണ്. അവർ പുല്ലാണ് തിന്നുന്നത്. പക്ഷേ വേറൊരു ഘട്ടത്തിൽ അവരുടെ മതാധികാരികളോട് അവരെഴുതി ചോദിച്ചത് മൃതദേഹം ഭക്ഷിക്കാൻ മതത്തിൽ വകുപ്പുണ്ടോയെന്നായിരുന്നു. നമ്മൾ കണ്ണ് നിറഞ്ഞു. എന്നിട്ട് അവർ തന്നെ അതിൽ അടിയിൽ എഴുതുന്നുണ്ട്, ഞങ്ങളുടെ സഹോദരങ്ങളും മക്കളുമൊക്കെ തന്നെയാണ്, പക്ഷേ ഞങ്ങൾക്ക് ജീവിച്ചേ മതിയാവൂ, അതിജീവിക്കണം, പൊരുതണം. അതുകൊണ്ട് ഞങ്ങളുടെ ബന്ധുക്കളുടെ മക്കളുടെ മൃതദേഹം തിന്നാൻ അവരപ്പോഴും മതവിശ്വാസികളാണ്, ഞങ്ങൾക്ക് വകുപ്പുണ്ടോ എന്ന് എഴുതി ചോദിക്കുന്നത് വരെ എത്തിയൊരു പശ്ചാത്തലത്തിൽ നിന്ന് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞെങ്കിൽ ഇന്നത്തെ പശ്ചാത്തലത്തിലും മുസഫറൊക്കെ പറഞ്ഞ പോലെ വളരെ നമ്മളീ പറയുന്നതിനൊക്കെ അപ്പുറത്തുള്ള, നമുക്ക് പറയാൻ കഴിയാത്ത, സങ്കല്പിക്കാൻ കഴിയാത്ത പീഡനങ്ങളിലൂടെയാണ് അവർ സത്യമായിട്ടും കടന്നു പോകുന്നത്. അതൊക്കെ ശരിയാണ്. പക്ഷേ അവരുടെ സമരവീര്യം, ആ സമരവീര്യം, അതിന് ലോകം നൽകേണ്ട പിന്തുണ, അവിടെയാണ് പ്രശ്നം. അർഹമായുള്ളൊരു പിന്തുണ അവർക്ക് കിട്ടുന്നുണ്ടോ? അത് വർദ്ധിപ്പിച്ച് കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ ലോകത്തിന് ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ആളുകൾക്ക് ആലോചിക്കാൻ പറ്റൂ. വേറൊന്നും ആലോചിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കൂട്ടക്കൊല അവസാനിപ്പിക്കപ്പെടുന്നില്ല, അത് കൂടുതൽ കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ എല്ലാ സാർവദേശീയ സംഘടനകളെയും നിശബ്ദമാക്കിക്കൊണ്ട് ലോകത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളെ സയൻസ് അംഗീകരിക്കുന്നേയില്ല. അതിൻ്റെ കാരണം ഈ സാമ്രാജ്യത്വ പിന്തുണയാണ്.
അപ്പോൾ സാമ്രാജ്യത്വത്തിൻ്റെ അകത്ത് പാലസ്തീന് അനുകൂലമായിട്ട് രൂപപ്പെട്ടു വരേണ്ട വലിയ പ്രക്ഷോഭങ്ങളുണ്ട്. അതെല്ലാം രൂപപ്പെടുത്തിയെടുക്കാൻ ആവശ്യമായുള്ള, ഇപ്പം നമ്മൾ നേരത്തെ എഡ്വേർഡ് സെയ്ദിനെ കുറിച്ച് പറയണ്ടായി. എഡ്വേർഡ് സെയ്ദ് എപ്പോഴാണ് ഉയർന്നു വന്നത്? എഡ്വേർഡ് സെയ്ദ് അറബ് ക്രിസ്ത്യനാണ്, അദ്ദേഹം സെക്കുലറാണ്, അദ്ദേഹം കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിൻ്റെ പ്രൊഫസറാണ്, അദ്ദേഹം 60 മുതൽ അവിടെ ഉണ്ട്. അദ്ദേഹം ആ സമയത്തൊക്കെ പാലസ്തീനിൽ ചെറുതും വലുതുമായ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. എഡ്വേർഡ് സെയ്ദ് ശ്രദ്ധിച്ചിട്ടില്ല. പാലസ്തീനിൽ നിന്ന് അഭയാർത്ഥിയായിട്ടുള്ള എത്രയോ പേര് അമേരിക്കയിലുണ്ട്, അവരുമായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷേ 6 days വാർ, അത് താരിഖ് അലിയായുള്ള അഭിമുഖത്തിൽ എഡ്വേർഡ് സെയ്ദ് പറയുന്നുണ്ട്, ഈ 6 ദിവസത്തെ യുദ്ധമാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത്. ലോകം മുഴുവൻ എൻ്റെ മേൽ ഇടിഞ്ഞു വീണതുപോലെ എനിക്ക് തോന്നി. അതിനു മുമ്പ് സാഹിത്യകൃതികളിലെയൊക്കെ അപരവൽക്കരണത്തെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട എഴുത്തുകാർ, അവരുടെയൊക്കെ കൃതികളിൽ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനതിനെ അക്കാദമികമായി മാത്രമേ കണ്ടിരുന്നുള്ളൂ, ഈസ്തറ്റിക്കായിട്ടേ കണ്ടിരുന്നുള്ളൂ. പിന്നെയാണ് ഈ സാഹിത്യം അടക്കം ചരിത്രപരമായി കാണേണ്ടതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചരിത്രപരമായി കണ്ടതു മുതലാണ് നമ്മളീ പറയുന്ന ആധുനിക എഡ്വേർഡ് സെയ്ദ് ജനിക്കുന്നത്. അതുകൊണ്ട് പഴയ എഡ്വേർഡ് സെയ്ദ് അദ്ദേഹം ഇതിൽ സങ്കടപ്പെട്ടിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് സങ്കടത്തിൻ്റെ പ്രശ്നമല്ല, സങ്കടം അനിവാര്യമാണ്. ഇതിനെ സമരോത്സുകമാക്കി തീർക്കാവുന്ന ചരിത്രപരമായൊരു വിശകലന രീതിയാണ് തീർച്ചയായിട്ടും അനിവാര്യം. അത് എഡ്വേർഡ് സെയ്ദ് അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അദ്ദേഹം കല്ലെടുക്കുന്നുണ്ടല്ലോ. കല്ല് ഈ പാലസ്തീനിയൻ വിമോചനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആയുധമായിട്ട് നിൽക്കുമ്പോൾ ആ കല്ലെടുക്കുന്നവർക്കും അറിയാം, ആ കല്ലെടുക്കുന്നതിന് അഭിവാദ്യം അർപ്പിക്കുന്നവർക്കും അറിയാം, ആധുനിക കാലത്ത് ഇത്ര വിധ്വംസകമായ ആയുധങ്ങളൊക്കെ ഉള്ളൊരു കാലത്ത് ഈ കല്ലുകൊണ്ട് നടത്താവുന്ന ചെറുത്തുനിൽപ്പിന് എന്ത് മൂല്യമാണുള്ളതെന്ന് കല്ലെടുക്കുന്നവർക്കും അറിയാം, അതിനെ പിന്തുണയ്ക്കുന്നവർക്കും അറിയാം, അതേക്കുറിച്ച് കവിത എഴുതുന്നവർക്കും അറിയാം. പക്ഷേ കല്ലെടുത്തുള്ള ആ പ്രക്ഷോഭം, ചെറിയ കുട്ടികളടക്കം കല്ലെടുത്തുകൊണ്ട് നടത്തിയ ആ പ്രക്ഷോഭം ഈ പ്രക്ഷോഭത്തിന് ഊർജം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ചരിത്രപരമായി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ഏത് പ്രക്ഷോഭത്തിലും ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വില നൽകേണ്ടി വന്ന, ഇനിയും കൂടുതൽ വില നൽകേണ്ടി വരുന്ന ആ വിമോചന പ്രക്ഷോഭങ്ങൾ ഒന്നായിരിക്കും പാലസ്തീൻ. കാരണം അതിന് നേരത്തെ ചൂണ്ടിക്കാണിക്കപ്പെട്ട കാരണങ്ങളുണ്ട്. ബഹുധ്രുവ ലോകം ഏകധ്രുവ ലോകമായിട്ട് ചുരുങ്ങി, അത് പ്രധാനപ്പെട്ടൊരു കാരണമാണ്. അതുപോലെ സോഷ്യലിസ്റ്റ് ഇടതുപക്ഷ ആശയങ്ങൾക്ക് വലിയ തിരിച്ചടികൾ നേരിട്ടു, അത് പ്രധാനപ്പെട്ട കാരണമാണ്. ഇങ്ങനെ നിരവധിയായ കാരണങ്ങൾ കൊണ്ട് അവസാനം ജയിക്കുന്ന പ്രക്ഷോഭങ്ങളിൽ ഒന്നായിരിക്കും, ജനകീയ പ്രക്ഷോഭങ്ങൾ ഒന്നായിരിക്കും പാലസ്തീൻ. ഒരു കുറുക്കുവഴിയും ആ പാലസ്തീൻ പ്രക്ഷോഭത്തിൻ്റെ മുമ്പിലില്ല. നിരന്തരമായ സമരം മാത്രമേ അവർക്ക് അവർക്ക് വേറൊരു പോംവഴിയില്ല. അതുകൊണ്ടാണ് ഈ രക്തസാക്ഷികളെക്കുറിച്ചുള്ള ഉമ്മ എനിക്കൊരു രക്തസാക്ഷിയാവണം എന്ന് 6-7 വയസ്സുള്ള കുട്ടി ആഗ്രഹിക്കുന്നത്. അത് കവിതയിലൊരു വാക്യമല്ല സത്യത്തിൽ. അവരുടെ മുമ്പിൽ വേറെ വഴികളില്ല. ആ അർത്ഥത്തിൽ അവർ പൊരുതുകയാണ്. പോരാട്ടം നയിക്കുന്നത് സത്യത്തിൽ സ്മരണകളാണ്. നേരത്തെ പറഞ്ഞതുപോലെ അത്ര എളുപ്പത്തിൽ അവരുടെ സ്മരണകൾ മായ്ച്ചു കളയാൻ കഴിഞ്ഞിട്ടില്ല. മായ്ച്ചു കളയാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്, അതെല്ലാവരും നടത്തും. നേരത്തെ മുസാഫർ പറഞ്ഞതിലേക്ക് ഞാൻ തിരിച്ചു വരാം. അപ്പോൾ ഞാൻ എഡ്വേർഡ് സെയ്ദിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം കല്ലെടുത്ത് നിൽക്കുന്നത് ലോകത്തിൽ ഒരു ദൈക്ഷണികനും പ്രതീകാത്മകമായിട്ടാണത്. അദ്ദേഹം ഈ പ്രക്ഷോഭത്തിൽ കല്ലെടുത്ത് നിൽക്കുന്നുണ്ട്. വഞ്ചകനായ പ്രൊഫസർ, ഭീകരവാദിയായ പ്രൊഫസർ എന്നൊക്കെ അദ്ദേഹം ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. നെതന്യാഹു ഒരിക്കൽ, അദ്ദേഹം അന്ന് പ്രധാനമന്ത്രിയല്ല, വിദേശകാര്യമന്ത്രിയോ മറ്റോ ആണെന്ന് തോന്നുന്നു, എഡ്വേർഡ് സെയ്ദുമായി ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ ഒരുമിച്ചിരിക്കാൻ വിസമ്മതിച്ചു. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ ന്യായീകരണം, ഇദ്ദേഹം ഭീകരനാണ്, അദ്ദേഹം എന്നെ കൊല്ലുമെന്നാണ്. നെതന്യാഹു ആണ് പറയുന്നത്, എഡ്വേർഡ് സെയ്ദിനെ കുറിച്ചാണ് പറയുന്നത്, ഇദ്ദേഹം എന്നെ കൊല്ലും എന്നാണ് പറയുന്നത്. അത്രമേൽ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഈ അറബി ഭാഷയെപ്പറ്റി വന്നുകൊണ്ട് ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഈജിപ്തിലെ നോബൽ സമ്മാനം നേടിയ എഴുത്തുകാരൻ്റെ കൃതി അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ നജീബ് മഹ്ഫൂസ്, അദ്ദേഹത്തിൻ്റെ കൃതി അത്ര അമേരിക്കയിൽ പോപ്പുലർ അല്ലാത്തതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ എഡ്വേർഡ് സെയ്ദിൻ്റെ സുഹൃത്ത്, ഒരു ജനാധിപത്യവാദിയായ ഒരു പ്രസാധകൻ, കുറച്ച് കൃതികൾ വിവർത്തനം ചെയ്യണം, ലിസ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ചില കൃതികളുടെ ലിസ്റ്റ് കൊടുത്തു. പിന്നെ അദ്ദേഹം അന്വേഷിച്ചു അത് വിവർത്തനത്തിന് എടുത്തോ. അപ്പം പറഞ്ഞു എടുത്തിട്ടില്ല. എന്താ കാരണം എന്ന് ചോദിച്ചു. അറബിക്കാണ്,
അതൊരു കോൺട്രവേഴ്സ്യൽ ലാംഗ്വേജാണ്, അപകടകരമായ ഭാഷയാണ് എന്നാണ് അമേരിക്കയിലെ ഒരു ജനാധിപത്യവാദിയായ ഒരു പ്രസാധകൻ പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള ലിസ്റ്റ് ആവശ്യപ്പെട്ടിട്ട് എഡ്വേർഡ് സെയ്ദിനോട് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഈ തഴയപ്പെട്ട സാഹിത്യം എന്ന് പറഞ്ഞാൽ നിരോധിക്കപ്പെട്ടതല്ല, പക്ഷേ നിരോധിക്കപ്പെട്ടതിനേക്കാൾ നിരോധിക്കപ്പെട്ടതാണ്. ആ അർത്ഥത്തിൽ ഇപ്പോഴും തുടരുന്ന, അമേരിക്കയിലടക്കം തുടരുന്ന ഇസ്ലാമോഫോബിക് അവസ്ഥയുണ്ട്. അതിനൊക്കെതിരെയുള്ള ജനകീയ പ്രചാരണങ്ങളും പ്രക്ഷോഭങ്ങളുമൊക്കെ വളർത്തിയെടുക്കുക എന്നല്ലാതെ മറ്റൊരു കുറുക്ക് വഴിയുമില്ല, ഒരു എളുപ്പ വഴിയില്ല. അതുകൊണ്ട് പാലസ്തീൻകാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ചർച്ച അവരെ സംബന്ധിച്ചിടത്തോളം എത്ര കണ്ട് പ്രസക്തമാണ് എന്നൊക്കെ ഉള്ളത് മറ്റൊരു വിഷയമാണ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ വഴി അവരുടെ മുമ്പിലുള്ളൂ, ജീവിക്കണോ മരിക്കണോ എന്നുള്ളതാണ്. അതിലവർ മരിച്ചാലും മനുഷ്യരെ പോലെ ഞങ്ങൾക്ക് ജീവിക്കണം എന്ന പ്രക്ഷോഭത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തവരാണ്. ആ സമരം തുടരുന്നതാണ്. അപ്പോൾ അവിടുത്തെ സാഹിത്യം, നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച അവിടുത്തെ ലിറ്ററേച്ചറിലൊക്കെ അതാണ്, കോംപ്രമൈസ് ഇല്ല, ഞങ്ങൾ അവസാനം വരെ പൊരുതും എന്നാണ് അവരുടെ സാഹിത്യകൃതികളൊക്കെ പറയുന്നത്. അത് മുഹമ്മദ് ദാർവിഷ് മാത്രമല്ല, ഈ സമീഹുൽ അൽ ഖാസിമിൻ്റെ ഒരു കവിത ഉണ്ട്, അത് ടിക്കറ്റിനെ കുറിച്ചാണ്, ട്രാവൽ ടിക്കറ്റ്സിനെ കുറിച്ചാണ്. തൻ്റെ കൊലയാളിയോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളെന്നെ കൊന്നിട്ട് കയ്യും വീത് തിരിച്ചു പോകരുത്, നിങ്ങളെൻ്റെ പോക്കറ്റിലെ ടിക്കറ്റ് എടുക്കണം, എന്നിട്ട് നിങ്ങൾ യാത്ര ചെയ്യണം. അതിലൊരു ടിക്കറ്റ് സമാധാനത്തിൻ്റെ ലോകത്തിലേക്കുള്ള ടിക്കറ്റാണ്, ആ ടിക്കറ്റ് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. മറ്റൊന്ന് വയലുകളിലേക്കും മഴകളിലേക്കുമുള്ള ടിക്കറ്റാണ്, അത് നിങ്ങൾ ഉപയോഗിക്കണം. മൂന്നാമതൊരു ടിക്കറ്റുണ്ട്, അത് മാനവരാശിയുടെ ഇനിയും മരവിച്ചിട്ടില്ലാത്ത മനസ്സാക്ഷിയിലേക്കുള്ള ഒരു ടിക്കറ്റാണ്, നിങ്ങൾ ആ ടിക്കറ്റ് വേസ്റ്റാക്കരുത് എൻ്റെ കൊലയാളിയോട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ മരണത്തിൻ്റെ മുഖത്ത് നിന്ന് മൃതദേഹം ഭക്ഷിക്കാമോ എന്ന് ചോദിക്കുന്നവർ, 4-5 വയസ്സുള്ള കുട്ടികൾ രക്തസാക്ഷിയാവണമെന്ന് പറയുന്നൊരു പ്രദേശം, ലോകത്തിൽ ഇങ്ങനെ ഒരു രാജ്യമില്ല, ലോകത്തിൽ ഇങ്ങനെ ഒരു ജനതയില്ല. അതുകൊണ്ട് നമ്മളുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇതേക്കുറിച്ച്, നമ്മുടെ ഉത്കണ്ഠയിൽ നിന്നാണ് അത് ഉണ്ടാവുന്നത്, അതുണ്ടാവേണ്ടതാണ്. പക്ഷേ അത് പാലസ്തീൻ വിമോചന പ്രക്ഷോഭത്തെ സംബന്ധിച്ചിടത്തോളം അന്തിമമായ ഒരു പ്രസ്താവനയായിരിക്കാൻ സാധ്യതയില്ല. ഒരു ജനത അവരുടെ പോരാട്ടത്തിലൂടെ തന്നെയാവും അവരുടെ ഭാഗതയും തിരുത്തുക. ലോകത്തിന് മാറി ചിന്തിക്കേണ്ടി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം എഡ്വേർഡ് സെയ്ദ് മാറി, ഡോക്ടർ ആങ്സിച്ചായി മറ്റൊരു ഉദാഹരണം. അവർ പാലസ്തീൻകാർ ഭീകരവാദികളാണ് എന്ന് ആത്മാർത്ഥമായി കരുതിയ, മതരഹിതരായ രക്ഷിതാക്കൾക്ക് ജനിച്ച, പിന്നെ സ്വയം ഓർത്തഡോക്സ് മതവിശ്വാസിയായിട്ട് മാറിയ, പാലസ്തീൻകാർ ഭീകരരാണെന്ന് കരുതിയ ഒരു ഡോക്ടറാണ്. അവർ ലെബനോണിലെ അഭയാർത്ഥി ക്യാമ്പിൽ എത്തുമ്പോഴാണ് ഇവരുമായിട്ട് നേരിട്ട് പരിചയപ്പെടാൻ അവസരം കിട്ടിയത്. അപ്പോൾ അവരുടെ തെറ്റിദ്ധരിച്ചു പോയതിന് സ്വയം മാപ്പ് ചോദിക്കുകയും ലോകത്തോട് മാപ്പ് ചോദിക്കുകയും ചെയ്തുകൊണ്ട് അവർക്കൊപ്പം നിൽക്കുകയാണ്. അങ്ങനെ എത്രയോ പേർ, ഇതൊക്കെ ലോകത്തെ അറിയപ്പെടുന്ന പ്രതിഭകളുടെ പ്രശ്നമാണ്. കോടിക്കണക്കിന് മനുഷ്യരും മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേരളത്തിൽ നേരത്തെ ഇല്ലാത്ത വിധം ഈ സയനിസ്റ്റ് ആശയങ്ങൾക്ക് സ്വാധീനമുണ്ട്. നേരത്തെ ഉണ്ട്. ഒ വി വിജയനൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് എഴുതിയ പഴയ പ്രബന്ധങ്ങൾ വായിച്ചാൽ അതെല്ലാം ഈ പറഞ്ഞതാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞുകൂടാ, സയനിസ്റ്റ് അനുകൂലമായുള്ള പ്രബന്ധങ്ങൾ കേരളത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ എനിക്കേറെ കൗതുകരമായി കണ്ട ഒരു പ്രബന്ധം 956 പാലസ്തീനെക്കുറിച്ച് മലയാളത്തിൽ എഴുതിയ ആദ്യത്തെ പുസ്തകത്തെക്കുറിച്ച് വക്കം മൗലവി ഗവേഷണ കേന്ദ്രം കണ്ടെടുത്ത കെ മുഹമ്മദ് കണ്ണിൻ്റെ പുസ്തകം. ആ പുസ്തകം പുനഃപ്രസിദ്ധീകരിക്കേണ്ടതാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇങ്ങനെയൊക്കെ പ്രക്ഷോഭത്തിന് അനവധിയായ വഴികളാണല്ലോ ഉള്ളത്. നമ്മളിപ്പോൾ ഇവിടുന്നൊരു അഭിവാദ്യം എന്ന് പറഞ്ഞിട്ട് മുഷ്ടിയുരുട്ടി കോഴിക്കോട് ക്രിസ്ത്യൻ കോർണറിൽ ഒരു പ്രകടനം നടത്തിയാൽ പാലസ്തീൻകാർക്ക് എന്ത് കിട്ടാനാണ്? അതൊക്കെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ പഴയ യുക്തിയാണ്. എന്ത് കിട്ടാനാണ്? ഇങ്ങനെ നടത്തുന്ന ചെറുതും വലുതുമായുള്ള പ്രതികരണങ്ങളാണ് ഊർജ്ജമായിട്ട് പരിണമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് തുടരണമെന്ന് ഞാൻ പറഞ്ഞത്. നമുക്ക് സങ്കടം ഉണ്ടാവും, നിരാശ ഉണ്ടാവും. പക്ഷേ നമ്മുടെ സങ്കടങ്ങളെ, നിരാശയെ നമ്മൾ സമരത്തിനുള്ള, പ്രക്ഷോഭത്തിനുള്ള ഇന്ധനമാക്കി മാറ്റണം. സമരോത്സുകമായ ശുഭാപ്തി വിശ്വാസം അല്ലാതെ പീഡിത ജനതയ്ക്ക് മുമ്പിൽ മറ്റൊരു വഴിയുമില്ല. അതാണ് യാഥാർത്ഥ്യം. പിന്നെ ഒരു വാചകം കൂടി, ഇരകളെക്കുറിച്ച്. ഇരകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും പോലെ വെറും ഇരകളല്ല.
ഇരകൾക്ക് പല രൂപാന്തരം വരും. അതിൽ നിന്ന് തൊമ്മികളുണ്ടാവും, അതിൽ നിന്ന് പോരാളികളും ഉണ്ടാവും. ഇത് രണ്ടുമല്ലാത്ത അഴകുഴമ്പൻ ജനുസിൽപ്പെട്ടതും ഉണ്ടാവും. പിന്നെ സൗകര്യങ്ങളോട് ചേർന്ന് നിൽക്കുകയാണ് നല്ലത് എന്ന് കരുതി തൽക്കാലം അങ്ങനെ ചെയ്യുന്നവരും ഉണ്ടാവും. അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം അവരെല്ലാം എന്നേക്കുമായി അവസാനിച്ചു പോയി എന്നും കരുതാൻ പറ്റില്ല. നിർവാഹമില്ലാത്തതുകൊണ്ട്, നിർവാഹം ഉണ്ടായിത്തീരുന്ന ഒരു നിമിഷം അവർ വീണ്ടും പോരാളികളാവാം. അത്തരം ഒരു ശുഭാപ്തി വിശ്വാസമാണ് വേണ്ടത്. പിന്നെ പുസ്തകത്തിൻ്റെ തലക്കെട്ട്, അത് മുസാഫർ പറഞ്ഞത് ശരിയാണ്. ഇതിന് 2 തലമുണ്ട്. ഒന്ന്, ഈ ഫാസിസ്റ്റുകൾ തന്നെയും ജർമ്മനിയിൽ ഫാസിസ്റ്റുകളും സയനിസ്റ്റുകളും തമ്മിൽ സന്ധി ഉണ്ടായിരുന്നുവോ എന്നുള്ളൊരു സംവാദം ലോകത്ത് മുമ്പ് നടന്നതാണ്. അതായത് ജർമ്മനിയിൽ നിന്ന് ജൂതരെ പുറന്തള്ളേണ്ടത് സയനിസ്റ്റുകളുടെ ആവശ്യമായിരുന്നു. കാരണം ജൂതർക്കൊരു രാഷ്ട്രം ഉണ്ടാക്കുക എന്ന അവരുടെ കാഴ്ചപ്പാട് ശരിയാവണമെങ്കിൽ, അവിടേക്ക് ആളെ കൂടുതലായിട്ട് ലഭിക്കണമെങ്കിൽ, സാധാരണ ജൂതർ അടക്കം സുരക്ഷിതമായിട്ട് ജീവിച്ചിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് അവിടേക്ക് വൻ കുടിയേറ്റ പ്രവാഹം ഉണ്ടാവില്ല. ജൂതർക്ക് പ്രയാസമുള്ള സ്ഥലത്തു നിന്നാണ് കുടിയേറ്റ പ്രവാഹം ഉണ്ടാവുക. അപ്പം ജൂതർക്ക് പ്രയാസം ഉണ്ടാക്കേണ്ടത് സയനിസ്റ്റുകളുടെ ആവശ്യമായിരുന്നു എന്നും ഇവർ തമ്മിലൊരു തുരങ്ക സൗഹൃദം നിലനിന്നിരുന്നു എന്നും ഒക്കെയുള്ള ധാരാളം വാദങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിലും ശരി ഉണ്ടാകാവുന്നതാണ്. അതൊരു പൂർണ്ണ ശരിയാവണമെന്നില്ല. പക്ഷേ അതിൽ ശരിയുടേതായ ചില തലങ്ങളുണ്ടാവും. ഞാൻ പറയുന്നത് ഇതാണ്: ഇരകൾ എന്നുള്ളത് ഈ സയനിസ്റ്റ് രാഷ്ട്രത്തിൻ്റെ രൂപീകരണമായിട്ടും ഇന്നുള്ള പ്രശ്നമായിട്ടും ബന്ധപ്പെട്ട് സകലമാന കാര്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ഏകകം എന്ന അർത്ഥത്തിലല്ല ഇരകൾ എന്നതിനെ ഞാൻ കാണുന്നത്. മറിച്ച് അതിൽ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അകത്തെ വിമർശനവും രൂപപ്പെടുത്താവുന്നതാണ്. ആ അർത്ഥത്തിലാണ് ഈ തലക്കെട്ടിനെ ഞാൻ കണ്ടത്. മാത്രമല്ല, ആ തലക്കെട്ട് കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ചും ഇരകളുടെ മാനിഫെസ്റ്റോ ഒക്കെ എഴുതപ്പെട്ട കാലത്തുണ്ടായ ഒരു തർക്കത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇര എന്നുള്ള വാക്ക് ഉച്ചരിക്കുന്നത് തന്നെ എന്തോ കുറ്റകൃത്യം പോലെ കേരളത്തിലെ ഒരു വലിയ വിഭാഗം മനുഷ്യർ കണ്ട കാലത്ത് അത് പൊളിഞ്ഞ് അതിൻ്റെ ഒരു സൈദ്ധാന്തിക വാപ്പരത്വം വ്യക്തമായി കഴിഞ്ഞൊരു പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ തലക്കെട്ട് ഉണ്ടാക്കിയുള്ള ഒരു ഊർജ്ജമാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിൻ്റെ അകത്തുള്ള വിമർശനങ്ങളെ ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇനി നമ്മളിടയിൽ നിന്നുള്ള 2 ചോദ്യങ്ങളും 3 ചോദ്യങ്ങളും വന്നു കഴിഞ്ഞാലേ ചർച്ച അവസാനിപ്പിക്കാൻ പറ്റുന്ന തോന്നുന്നു. ഇല്ലേ കേട്ടി? എന്താ പറയുന്നത്? പെട്ടെന്ന് എന്തെങ്കിലും ചോദിച്ചിട്ടേ. പണ്ട് കാലങ്ങളിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ഐക്യരാഷ്ട്ര സഭ ഉണ്ടായിരുന്നു. യുദ്ധങ്ങളെല്ലാം വരുന്ന കാലങ്ങളിൽ തന്നെ കൃത്യമായി അതിൻ്റെ എല്ലാ നിബന്ധനകളെയും അംഗീകരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ഒരു കാലം നമ്മൾ കണ്ടിരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാം. ഇപ്പോൾ ഒട്ടും ഒരു വോയിസ് ഇല്ലാത്ത ഒരു നിർജീവമായ ഒരു ഐക്യരാഷ്ട്ര സഭയാണ്. ഈ ജീവകാരുണ്യ പ്രവർത്തകരെ, ആരോഗ്യ പ്രവർത്തകരെല്ലാം കൊല്ലപ്പെട്ട കണക്കുകൾ കഴിഞ്ഞ ദിവസത്തെ പത്രങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ അത്തരമൊരു അവസ്ഥയിൽ നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് ഈ ലോകത്തിനെ മോചിപ്പിച്ചെടുക്കാമെന്ന്, എന്താണ് അതിനൊരു സജഷൻ പറയാനുള്ളത്? അതുപോലെ തന്നെ ഈ ചരിത്രം തിരുത്തി എഴുതുന്നത് ഇന്ത്യയിലെ ഈ ഫാസിസ്റ്റ് ശക്തികളും കൃത്യമായി ചരിത്രം തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാം, പല കാര്യങ്ങളും മാറ്റി എഴുതപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം 1908 എന്ന് കാണുന്ന ഒരു ഡേറ്റിനെ മാറ്റി എഴുതിയിട്ടുണ്ട് ഗൂഗിളിൽ. അത് എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഭരണഘടനാ ദിനമുണ്ടായിരുന്നു ഇന്ത്യയിൽ 1970-കളിലാണെന്ന് തോന്നുന്നു, ഇന്ദിരാഗാന്ധിയുടെ കാലത്താണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ഇന്ത്യയുടെ ഭരണഘടനാ ദിനം ഉണ്ടായിരുന്നത്. അതുപോലും ഗൂഗിളിൽ മാറ്റി എഴുതിയിട്ട് അത് ഇപ്പോഴത്തെ സംഘപരിവാർ കാലഘട്ടത്തിലേക്ക് ആ ഭരണഘടനാ ദിനത്തിനെ മാറ്റി എഴുതിയിട്ടുണ്ട്. ഇത്തരം ചരിത്രത്തിൻ്റെ തിരുത്തിയെഴുത്തലുകൾ ധാരാളം നടക്കുന്നുണ്ട്, ഹിസ്റ്ററി മായ്ച്ചു കളയുന്നുണ്ട്. അപ്പം ഇത് ഒരു ഭീതിജനകമായൊരു കാലഘട്ടത്തിലേക്കാണ് ലോകം മുഴുവനും ഇന്ത്യയും തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്വപ്നം കാണുന്നത് രാജ്യാതിർത്തികളില്ലാത്ത ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അപ്പോൾ അതേസമയം മതത്തിൻ്റെ പേരിലും രാജ്യാതിർത്തികളുടെ പേരിലും അല്ലെങ്കിൽ ദേശഭക്തിയുടെ പേരിൽ, കുറഞ്ഞുപോയ ദേശഭക്തിയുടെ പേരിലുമൊക്കെ ആളുകൾ കൊന്നുകളയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളത് വളരെയധികം നിരാശാജനകമായിട്ടാണ് തോന്നുന്നത്.
അപ്പോൾ ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഞാൻ ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാം. ഐക്യരാഷ്ട്രസഭ സംവിധാനപരമായി തന്നെ ലോകത്തിലെ മേധാവിത്വമുള്ള രാജ്യങ്ങൾക്ക് നയങ്ങൾ നിർണ്ണയിക്കാൻ കഴിയുന്ന ഒന്നാണ്. അതിൻ്റെ സെക്യൂരിറ്റി കൗൺസിലിലെ രാജ്യങ്ങളെന്ന് പറയുന്നത് മുതലാളിത്ത രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് പാശ്ചാത്യ മുതലാളിത്ത അതിനായക രാജ്യങ്ങൾക്ക് സ്വാധീനമുള്ളതാണ്. അവർക്ക് എന്താണ് വീറ്റോ അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡെമോക്രാറ്റിക്കായ ഫങ്ഷനിങ്ങിനെ പൂർണ്ണമായി ലോക മേധാവിത്വ ശക്തികളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമാക്കാൻ കഴിയുന്നൊരു സംവിധാനമാണ് ജന്മകാലം മുതൽ ഐക്യരാഷ്ട്രസഭ. പക്ഷേ ഐക്യരാഷ്ട്രസഭയ്ക്ക് അത് കഴിയാതിരുന്നത് എന്താണ്? 90-കൾക്ക് മുമ്പ് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു, സോഷ്യലിസ്റ്റ് ബ്ലോക്ക് ഉണ്ടായിരുന്നു, നവസ്വതന്ത്ര രാജ്യങ്ങളിൽ നിന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അവരുടെ രേഖകളിൽ പറയുന്ന രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വിമോചനം തേടിയ രാഷ്ട്രങ്ങളുടെ ചെറുതും വലുതുമായ ഒരുപാട് സഖ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ 90-കൾക്ക് ശേഷം ഇതിൻ്റെ ഒരു തിരോധാനമാണ്. ആ തിരോധാനമാണ് ഇന്ന് ഏകപക്ഷീയമായ രീതിയിൽ അമേരിക്കയും അതിൻ്റെ സഖ്യശക്തികൾക്കും അനുകൂലമായ തീരുമാനങ്ങൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് എടുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇപ്പോൾ ജനറൽ അസംബ്ലിയിൽ 120 രാജ്യങ്ങൾ എന്താണ് യുദ്ധം നിർത്താനാണ് പറഞ്ഞത് ഗാസയിൽ. പക്ഷേ 45 രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെ എന്താണ് വിട്ടുനിന്നു, മറ്റവരെ പേടിച്ചിട്ട് വിട്ടുനിന്നു. എന്നിട്ട് 120 രാജ്യങ്ങൾ യുദ്ധം നിർത്താൻ പറഞ്ഞിട്ടും യുദ്ധം നിർത്തിയില്ലല്ലോ. ബൈഡൻ യുദ്ധം തുടരാനാണ് നെതന്യാഹുവിനോട് പറഞ്ഞത്. എല്ലാ പിന്തുണയും, കാർഗോ വിമാനങ്ങൾ, കൂടുതൽ ആയുധങ്ങൾ ഇറക്കി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ലോകത്ത് ഇന്ന് മുതലാളിത്ത ഒരു ലോകക്രമവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വന്ന സംവിധാനങ്ങളെ ജനാധിപത്യപരമായി, ജനകീയമായി മർദ്ദിത രാജ്യങ്ങൾക്കും വിമോചിത ശക്തികൾക്കും അനുകൂലമായി ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ വിമോചന ശക്തികളുടേതായ ഒരു പ്രത്യധികാര ഘടന ലോകത്ത് രൂപപ്പെട്ടു വരണം. സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് അതിനോട് എന്തെല്ലാം വിമർശനങ്ങൾ ആർക്കെല്ലാം ഉണ്ടെങ്കിലും അത് നിലനിന്നിരുന്ന കാലത്ത് 70-കളിൽ ഇന്ത്യ തന്നെ കണ്ടതാണ്. പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് ഇടപെടാൻ 7-ാം കപ്പൽ പട പുറപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ കാണാം എന്ന് മോസ്കോവിൽ നിന്ന്, ക്രെംലിനിൽ നിന്ന് ഒരു പ്രഖ്യാപനം വരുമ്പോൾ 7-ാം കപ്പൽപ്പട ഇങ്ങോട്ടേക്ക് വരുന്നില്ല, ഇന്ത്യൻ സമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. ആ രീതിയിൽ താക്കീത് ചെയ്യാൻ കഴിയുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ വിജയപ്രസാദ് അദ്ദേഹത്തിൻ്റെ വളരെ വിഖ്യാതമായൊരു പുസ്തകമാണ് ഡാർക്കർ നേഷൻസ്. മുസാഫർ ഇവിടെ പറഞ്ഞ ചില വിഷയങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഈ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്താണ്, പഴയ ഷെയ്ഖ്ഡങ്ങളിൽ നിന്ന് സാമ്രാജ്യത്വം ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്ന ഭരണാധികാരികളാണ്. ആ ഭരണാധികാരികൾ എന്താണ്, ജനാധിപത്യപരമായ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ദേശീയ ബോധമുള്ള ആളുകളല്ല. ഏതെങ്കിലും ഒരു ജനതയുടെ, സ്വന്തം ജനതയുടെ പോലും സ്വയംനിർണ്ണയത്തിന് എന്തില്ല, താല്പര്യമില്ല. 70-കളിൽ അവിടെ ഉയർന്നു വന്ന രാഷ്ട്രീയ ഇസ്ലാമിസത്തെക്കുറിച്ചുള്ള, ഇസ്ലാമിക ഫണ്ടമെൻ്റലിസത്തെക്കുറിച്ചൊക്കെയുള്ള അസ്കരി എഞ്ചിനീയർമാരെ പോലുള്ള പണ്ഡിതന്മാരുടെ പഠനങ്ങളെല്ലാം എന്താണ്, ഇത് കൃത്യമായിട്ട് എന്താണ്, അമേരിക്കയിലെ വൻകിട മൂലധനവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പുതിയ റൂളിംഗ് ക്ലാസ്സാണ് അവിടെ ഉയർന്നു വന്ന്. ആ റൂളിംഗ് ക്ലാസ് 50-കളിൽ ഇപ്പം സോവിയറ്റ് യൂണിയൻ നിലനിൽക്കുകയും ചേരിചേരാ പ്രസ്ഥാനം ശക്തമാവുകയും നാസറും അതേപോലെ തന്നെ നെഹ്റുവും ഒക്കെ തന്നെ ലോകകാര്യങ്ങൾ മുൻകൈയെടുക്കുകയും ചെയ്ത കാലത്ത് ബന്ദൂങ്ങിലെ ഈ സ്വതന്ത്ര രാജ്യങ്ങളുടെ സമ്മേളനം നടന്നപ്പോൾ വൻശക്തി മേധാവിത്തിനായിട്ട് വലിയ ഒരു ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നു. ആ സമ്മേളനത്തിൽ സൗദി രാജകുടുംബത്തിൽ നിന്ന് ഒരു അംഗം പങ്കെടുക്കുന്നുണ്ട്. അതാണ് വലിയ രീതിയിലുള്ള ലോബിയിങ്ങാണ് ഈജിപ്തിലെ നാസറും നെഹ്റുവും യൂഗോസ്ലോവിയയിലെ ടിറ്റോ ഒക്കെ ചെയ്ത്. ആ രാജകുമാരൻ ചുവന്ന രാജകുമാരൻ എന്നാണ് ചരിത്രത്തിൽ വിജയപ്രസാദ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വിശദാംശങ്ങളോട് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം എന്താണ്, ബഹിഷ്കൃതനായി അനാഥനായി ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഇല്ലയോ എന്ന് ആരും അറിയില്ല. ബഹ്റിനിലായിരുന്നു തോന്നുന്നു അവസാന കാലത്ത്. എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വം വളരെ ഗൂഢാലോചന വരെ, വളരെ ആസൂത്രിതമായ രീതിയിൽ തന്നെ ഈ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം 70s പിന്നെ സൗദി റിയാദ് കേന്ദ്രമായിക്കൊണ്ട് ഇപ്പോൾ ഒസാമ ബിൻ ലാദനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പം നമ്മളത് എന്താണ്, 70s റിയാദ് കേന്ദ്രമാക്കിക്കൊണ്ട് ഉയർന്നു വന്ന ഒരു പ്രോ അമേരിക്കൻ ഒരു അറബ് രാഷ്ട്രീയമുണ്ട്. ആ അറബ് രാഷ്ട്രീയത്തിൻ്റെ ഒരു വിധാനങ്ങളിലാണ് രാഷ്ട്രീയ ഇസ്ലാമിസം ശക്തിപ്പെട്ടു വന്നത്. ഇപ്പം ഞാൻ റിയാദ് പോയതാണ്, ഞാനതൊരു പ്രധാനപ്പെട്ട ആസ്ഥാനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ഞെട്ടിപ്പോവും. രാഷ്ട്രങ്ങളെക്കാൾ വലിയ നയതന്ത്ര സംവിധാനങ്ങൾ ഈ വേൾഡ് മുസ്ലിം ലീഗിനുണ്ട്. അപ്പോൾ വേൾഡ് മുസ്ലിം ലീഗിൻ്റെയൊക്കെ ആസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും എന്താണ്, അവരുടേതായ നയതന്ത്ര കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട്. ഇത് അമേരിക്ക വലിയ രീതിയിലുള്ള ഡോളറുകൾ ഇറക്കിക്കൊണ്ട് രൂപപ്പെടുത്തിയെടുത്ത ഒരു സംവിധാനമാണ്. ആ സംവിധാനം ലോകത്തെല്ലായിടത്തും എന്താണ്, ഈ കോഴിക്കോട്ട് മാനാഞ്ചിറ സ്ക്വയറിൽ ഞാൻ നേരിട്ട് കണ്ടതാണ്. സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ഈ കമ്മ്യൂണിസവും ഈ സോവിയറ്റ് യൂണിയനൊക്കെ ഇനി മ്യൂസിയമാണെന്ന് ഒരു ഭാഗത്ത് AVP-ക്കാരും മറുഭാഗത്ത് സോൾഡാറ്റിക്കാർ ഒന്നിച്ച് പ്രകടനം നടത്തിയിട്ട് 2 ഭാഗത്തുനിന്നൂടെ പ്രകടനമായിട്ട് വന്നിട്ട് ഈ സോവിയറ്റ് യൂണിയൻ എന്താണ്, ഇത് മ്യൂസിയമായി എന്ന് പറഞ്ഞുകൊണ്ട്
പ്രകടനം നടത്തിയത്. അപ്പം ഇവിടെ പ്രകടനം നടത്തിയ ആൾക്കാർക്ക് എന്താണ് കമ്മ്യൂണിസം സ്വേച്ഛാധിപത്യമാണ്, അത് മതനിഷേധമാണ് എന്നൊക്കെയുള്ള ഒരു ആശയത്തിൻ്റെ ഒരു പ്രതിഷേധത്തിനായിരിക്കും അവരത് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇത് ലോകത്താകെ തന്നെ ഇതെന്താണ് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഇതൊക്കെ കൃത്യമായ രീതിയിൽ സാർവദേശീയ തലത്തിൽ തന്നെ ഈ സോഷ്യലിസ്റ്റ് ബ്ലോക്കിൻ്റെയും ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ തന്നെ സ്വാധീനത്തെ, അതിൻ്റെ ഒരു ഹെജിമണിയെ എല്ലാ തലങ്ങളും ഇല്ലാതാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വലിയ പ്രത്യയശാസ്ത്ര വിന്യാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഗ്രൂപ്പുകളെല്ലാം വന്നത്. ഇതിൻ്റെ എല്ലാം ഒരു ടോട്ടാലിറ്റി നിന്നുകൊണ്ട് വേണം ഇന്നത്തെ ലോകസ്ഥിതികളെക്കുറിച്ചും പലസ്തീൻ്റെ ഇന്നത്തെ ദാരുണമായ ഈ അവസ്ഥയെക്കുറിച്ചുമൊക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. KN അവസാനം പറഞ്ഞു നടത്തിയ നമ്മുടെ സയനിസ്റ്റുകളും ഫാസിസ്റ്റുകളും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അത് പിന്നെ അത് ഒരു വ്യക്തത അതിൽ വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ഈ സയനിസം എന്ന് പറഞ്ഞത് ഒരു പക്ഷേ ഫാഷിസത്തിൻ്റെ ഒരു അവസാനത്തെ റിസൾട്ടായിരിക്കും. കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ജൂതന്മാർ. അപ്പോൾ ഏറ്റവും കൂടുതൽ പിന്നെ ഹോളോകോസ്റ്റുകളും പിന്നെ ഇത് നടന്നതാണ്. ഒരുപാട് ലിറ്ററേച്ചർ അതിനെപ്പറ്റി എഴുതപ്പെട്ടിട്ടുണ്ട്. ആ ഒരു വിഭാഗം നമ്മൾ ആലോചിച്ച് നോക്കുന്നവർ, ഒരു സാമാന്യ ബുദ്ധി വെച്ച് ആലോചിക്കുന്നവരും, ലോകത്തെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട ഈ ജൂത വിഭാഗം ഇപ്പോൾ പുതുതായിട്ട് ഗാസയിൽ സയനിസത്തിൻ്റെ പേരിൽ നടത്തുന്ന ഈ ക്രൂരകൃത്യങ്ങൾ കാണുന്ന നേരം നമുക്ക് പിന്നെ അതിൽ നമ്മൾ എന്താണ് ഇവർ ഇത്രയും കാലം ഇവരുടെ പീഡനങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത് നമുക്കൊരു സംശയമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴത്തെ നവഫാസിസം, ഈ നവഫാസിസവും ലോകം മുഴുവൻ ഉയർന്നു വരുന്ന നവഫാസിസവും സയനിസവും തമ്മിൽ പിന്നെ ഒരേ അച്ചുതണ്ടല്ലേ? അത് അമേരിക്ക പോലുള്ള സാമ്രാജ്യത്വ ശക്തികളുടെ കീഴിലല്ലേ ഇവർ വളർന്നു വരുന്നത്? അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം ചെയ്ത പീഡനങ്ങൾ, ഇത്രയും കാലം ചെയ്ത ദ്രോഹങ്ങളൊക്കെ മറന്നുകൊണ്ട് ഇവർ തമ്മിലൊരു സന്ധിയിലാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തം. അല്ല, സയനിസത്തിൻ്റെ ചരിത്രം വളരെ സങ്കീർണമാണ്. സത്യത്തിൽ ക്രിസ്തുവിനെ കൊന്നവർ എന്നുള്ള പേരിൽ യൂറോപ്പിൽ വേട്ടയാടപ്പെട്ടവരാണ്. എന്നാൽ ഇവാഞ്ചലിക്കൽ ക്രിസ്തുമതം സയനിസത്തിന് പ്രേരണയാവുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ പറ്റും. സാധാരണ തിയോഡർ ഹേഴ്സലിൻ്റെ ദ ജൂവിഷ് സ്റ്റേറ്റ് എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് സയനിസത്തിൻ്റെ ചരിത്രം പരിശോധിക്കപ്പെടുന്നത്. പക്ഷേ ഈ പുസ്തകത്തിൽ, ഈ ഇരകളുടെ ഇരകൾ എന്നുള്ള പുസ്തകത്തിൽ ക്രിസ്ത്യൻ സയനിസത്തെപ്പറ്റി പറയുന്നുണ്ട്. ഇവാഞ്ചലിക്കൽ കക്ഷികൾ നടത്തിയിട്ടുള്ള പലതരത്തിലുള്ള ഇടപെടലുകളുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പ്രധാനമായിട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് ആൽഫ്രഡ് ഡ്രൈഫസ് സംഭവമാണ്. ആൽഫ്രഡ് ഡ്രൈഫസ് സംഭവം സത്യത്തിൽ ഇന്ത്യൻ അവസ്ഥയായിട്ട് 100% സാമ്യമുള്ളതാണ്. കാരണം ആൽഫ്രഡ് ഡ്രൈഫസ് ഫ്രാൻസിലെ ഒരു ഉയർന്ന പട്ടാള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഫ്രാൻസിന് വേണ്ടി നിരവധി യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹം ജൂതനാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ രാജ്യസ്നേഹം ചോദ്യം ചെയ്യപ്പെട്ടു. രാജ്യവഞ്ചകൻ എന്ന് അദ്ദേഹം മുദ്രയാർത്തി അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു. ആ ശിക്ഷ നടപ്പിലാക്കിയത് തന്നെ വിചിത്രമായിട്ടാണ്. കാരണം ആ ശിക്ഷ നടപ്പിലാക്കിയത് കോർട്ട് മാർഷൽ അതിൻ്റെ പതിവിന് വിരുദ്ധമായിട്ട് ബഹുജന സമക്ഷമാണ്. അദ്ദേഹത്തിൻ്റെ മെഡലുകളൊക്കെ പിടിച്ചു വലിച്ച്, അദ്ദേഹത്തിൻ്റെ യൂണിഫോം പിച്ച് കീറി, ചാട്ടവാറ് കൊണ്ട് മുഖത്തടിച്ച് രാജ്യദ്രോഹി രാജ്യദ്രോഹി എന്ന് ആർത്ത് വിളിച്ചുകൊണ്ടാണ്. അപ്പോഴും അദ്ദേഹം വിവാ ലാ ഫ്രാൻസ്, വിവാ ലാ ഫ്രാൻസ്, ഫ്രാൻസ് ജയിക്കട്ടെ എന്നാണ്. ഞാൻ പറയുന്ന ഈ സാദൃശ്യത്തെക്കുറിച്ച് ചോദിച്ചല്ലോ, ഇന്ത്യയിലും അതേപോലെ തന്നെ നരേറ്റീവ് ഒരു ബൈനറി ആയിട്ട് രാജ്യസ്നേഹി രാജ്യദ്രോഹി, ഇതേ സാധനമാണ് പ്രബുദ്ധമായ ഫ്രാൻസ്. ആ ഫ്രാൻസിൽ ആൽഫ്രഡ് ഡ്രൈഫസ് നേരിടേണ്ടി വന്നത് ഇത് റിപ്പോർട്ട് ചെയ്യാൻ വന്ന തിയോഡർ ഹേഴ്സൺ. സത്യത്തിൽ അത് ഒരു പാഠപുസ്തക വിശദീകരണമാണ്. അതിൻ്റെയൊക്കെ പിറകിലേക്ക് സയനിസത്തിൻ്റെ വേരുകൾ ആഴ്ന്നു കിടക്കുന്നുണ്ട്. എങ്കിലും ഇതൊരു പ്രധാന നിമിത്തമായി തീർന്നു. ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ജൂവിഷ് സ്റ്റേറ്റ്, സത്യത്തിൽ അത് നമ്മുടെ സവർക്കറുടെ ദ ഹിന്ദുത്വ എന്ന പുസ്തകവുമായിട്ട് സാമ്യപ്പെടുത്താവുന്നതാണ്. ഇതിലാകെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ജൂതർക്ക് സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ ജൂതരുടേത് മാത്രമായ ഒരു രാഷ്ട്രം വേണം. അതിന് സത്യത്തിൽ തിയോഡർ ഹേഴ്സൺ ഈ പറഞ്ഞ ജെറുസലേം തന്നെ തിരഞ്ഞെടുത്തിരുന്നുവോ അതേക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. അതിൽ ആദ്യ ഉഗാണ്ട നിർദ്ദേശിക്കപ്പെടുന്നു. ഇതിൻ്റെ ഒറ്റ വാചകത്തിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ പറഞ്ഞാൽ അതിൻ്റെ പ്രശ്നം, ഇത് സയനിസത്തെ സംബന്ധിച്ചിടത്തോളം സാമ്രാജ്യത്വ യുക്തിയാണ്. ആ യുക്തി എന്താണെന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ ഉള്ള ആളുകൾ മാത്രമാണ് മനുഷ്യർ. അത് സാർത്ത് ഫാനിൻ്റെ റച്ചഡ് ഓഫ് ദി എർത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. ആകെ 200 കോടി മനുഷ്യരാണുള്ളത്, ആകെ 200 കോടി ജനങ്ങളാണുള്ളത്. അതിൽ 150 കോടി തദ്ദേശീയരാണ്, നാറ്റീവ്സ്. ബാക്കി 50 കോടി മനുഷ്യരാണ്.
അപ്പം യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം പാലസ്തീൻകാർ മനുഷ്യരല്ല. അതുകൊണ്ടാണ് ജനങ്ങളില്ലാത്ത രാജ്യത്തിന് രാജ്യമില്ലാത്ത ജനത എന്ന മുദ്രാവാക്യം ഉയർത്തുന്നത്. അപ്പോൾ തിയോഡർ ഹേഴ്സലും സത്യത്തിൽ ഈ പീഡിതരായ ഇരകളുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അത് അദ്ദേഹത്തെ ഒരു പുസ്തകം എഴുതാൻ പ്രേരിപ്പിച്ചു എന്നതിനേക്കാൾ അധിനിവേശത്തിൻ്റെ ഒരു യുക്തി, അതായത് പാലസ്തീൻകാർ എത്രയോ കാലമായിട്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അവരെ ജനമായിട്ട് കാണുന്നില്ല, അവർ മനുഷ്യരല്ല. അതുകൊണ്ട് അധിനിവേശത്തിൻ്റെ യുക്തിയാണ് ഈ ഒരു ഭീകരതക്കിടയിലും അവിടെ പ്രവർത്തിച്ചത്. അതുതന്നെയാണ് ഇന്ത്യൻ ഫാസിസത്തിൻ്റെ യുക്തി. അപ്പം ധാരാളം സാമ്യങ്ങളുണ്ട്. മാത്രമല്ല ഇപ്പോഴാണെങ്കിൽ, നേരത്തെ ചരിത്രത്തെക്കുറിച്ച് ചർച്ച വന്നു, 2018 മാർച്ച് 18 ഔദ്യോഗികമായി തന്നെ ഇന്ത്യാ ചരിത്രം തിരുത്താനുള്ള കമ്മിറ്റി തന്നെ നിലവിൽ വന്നു, സർക്കാർ കമ്മിറ്റി. അന്നത്തെ വകുപ്പ് മന്ത്രി, സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നു മഹേഷ് ശർമ്മ. ആ മഹേഷ് ശർമ്മ ചെയർമാനായിട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായ കെൻ ദീക്ഷിത് അടക്കം 14 പേരുള്ള ഒരു ഔദ്യോഗിക കമ്മിറ്റി. നമ്മൾ മനസ്സിലാക്കേണ്ട, അതിനു മുമ്പേ തിരുത്തൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ തിരുത്തലുകളെ ഔദ്യോഗികമായി അടയാളപ്പെടുത്താൻ, അതുവരെ അനൗദ്യോഗികമായിട്ടാണ് തിരുത്തൽ, ഇത് ഔദ്യോഗികമായിട്ട്. അത് 2018 വന്നു കഴിഞ്ഞു. ഇസ്രായേലിലും അറബ് പാലസ്തീനെ സൂചിപ്പിക്കുന്ന എന്തും കുറ്റകൃത്യമാണ്. അതിനെ സൂചിപ്പിക്കുന്ന ഒന്നും അവിടെ അനുവദനീയമല്ല. അപ്പം അതേക്കുറിച്ചൊക്കെ ധാരാളം വിവരണങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ഇസ്രായേലിൻ്റെ അകത്ത് തന്നെ അറബ് ഇസ്രായേൽ എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഏറെക്കുറെ 19-20% ഇസ്രായേലിൻ്റെ അകത്തെ ജനത അറബ് പാലസ്തീനിയൻ ഇസ്രായേലികൾ എന്ന് പറയുന്ന ആളുകളാണ്. അവർ പഠിപ്പിക്കുന്ന ഏതെങ്കിലും വിദ്യാലയത്തിലൊക്കെ അധ്യാപകരുണ്ടെങ്കിൽ അവിടുത്തെ ലിൻബാത്ത്, മുസാദ് സാർവദേശീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണെങ്കിൽ അവരുടെ ആഭ്യന്തര ചാരസംഘടന ഇത് ശ്രദ്ധിക്കും. ആ വിദ്യാലയത്തിലെ കുട്ടികൾ തന്നെയാണ് ഒറ്റുകാരാവുന്നത്, അവർക്ക് ശമ്പളമുണ്ട്. എന്നിട്ട് ഈ കുട്ടികൾ തന്നെ ഈ പാലസ്തീൻ അറബായിട്ടുള്ള അധ്യാപകരോട് പാലസ്തീനെ പറ്റി ചോദിക്കും. സാധാരണ രീതിയിൽ അവർ ഒഴിഞ്ഞു മാറും. ചിലരവരുടെ നിഷ്കളങ്കത കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ പിറ്റേന്ന് അവർ തടവിലാണ്. ആ ക്ലാസ്സിൽ ഈ ഷിൻബാത്തിൻ്റെ ഒറ്റുകാരായി ശമ്പളത്തിന് പ്രവർത്തിക്കുന്ന കുട്ടികൾ ഈ മാഷ് പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് സത്യത്തിൽ ബ്രത്തിൻ്റെ കവിത ജർമ്മൻ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടതാണ്. ദ ആങ്സൈറ്റീസ് ഓഫ് ദ റഷീം. രക്ഷിതാക്കൾ മക്കളെ ഭയപ്പെടുന്ന, രോഗികൾ അന്ത്യമൊഴി ഒസ്യത്ത് പറയുമ്പോൾ ചുറ്റുമുള്ളവരെ പരിഭ്രമത്തോടെ നോക്കുന്ന ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷം. ആ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുന്നതിൽ പാലസ്തീനിലും ഇസ്രായേലിലും ഇന്ത്യയിലും ഒക്കെ പൊതു അന്തരീക്ഷമാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. പാലസ്തീൻകാർ പ്രക്ഷോഭത്തിൻ്റെ നിർഭയമായ വഴിയിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കാർക്ക് അതിൽ നിന്ന് പ്രതിരോധത്തിൻ്റെ പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് സൈൻ ലാബിൽ ചെയ്തതാണത്. ഡിസൈൻ ചെയ്തിരിക്കുന്നത്, പുസ്തകം ഡിസൈൻ ആക്കിയിരിക്കുന്നത് ജദീറാണ്. അപ്പോൾ അത് ഈ കവണ വെച്ചിട്ടാണല്ലോ പൊതുവെ അവിടെ നടക്കുന്ന എല്ലാതരം, അതായത് ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത്രയും വലിയൊരു മൈറ്റി ആയിട്ടുള്ള ഇസ്രായേലി ഫോഴ്സിനെ എല്ലാ കാലത്തും, അല്ലേ, എല്ലാ കാലത്തും മാഷ് പറഞ്ഞ ഈ കല്ല് കവണയിൽ വെച്ചിട്ടാണ്. അപ്പൊ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ 2001 ഇതേപോലത്തെ ഒരു ഇൻകർഷൻ ഉണ്ടായിട്ട് പലസ്തീൻ, അന്ന് വെസ്റ്റ് ബാങ്കിലാണ് ഭയങ്കരമായിട്ട് ഇതുണ്ടായ സമയത്ത് ഞാൻ ജിദ്ദയിൽ ജോലി ചെയ്യുന്ന കാലം. അപ്പം ജിദ്ദയിലെ ബാങ്കുകളൊക്കെ ഈ പലസ്തീനിലേക്കുള്ള സംഭാവന കൊടുക്കാനായിട്ട് വലിയ പെട്ടികൾ തുറന്നു. അപ്പോൾ ഞാൻ ഒരു ബാങ്കിൽ പോയി ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ആളുകൾ, സൗദികൾ, അവർ പാരൻസൊക്കെ ആയിട്ട് വരുന്നുണ്ട്, കുട്ടികളും സ്ത്രീകളൊക്കെ വന്നിട്ട് അവരിങ്ങനെ കാശിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് അറിയാം ഇത് കാശ് മാത്രമല്ല, ചിലർ ഓർണമെൻറ്റ്സ് ഒക്കെ ഇടും വലുതായിട്ട്. അപ്പോൾ അതിൻ്റെ സാധാരണ ഒരു കറൻസി ഇടാനുള്ള വലുപ്പമല്ല, അതിൽ കൂടുതലുണ്ട് ഇത് ഇടുന്നതിന്. അപ്പോൾ ഞാനങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു ചെറിയ ഒരു 50 ഒക്കെ ഉള്ള 50 വയസ്സൊക്കെ ഉള്ള ഒരു അറബിയുടെ കൂടെ ഒരു പയ്യനുണ്ട്. അയാളെ കുട്ടിയോ പേരക്കുട്ടിയായിരിക്കും. അപ്പോൾ അവനിങ്ങനെ വളരെ എല്ലാ ഭാഗത്തേക്കും നോക്കി, അവൻ്റെ കയ്യിലെന്തോ ഒരു സാധനം ഉണ്ട്, അത് ഇതിലിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആ പെട്ടിയുടെ അടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അയാളൊരു കവണയാണ് അതിലിടുന്നത്, ഒരു കവണ അതിനകത്ത് ഡ്രോപ്പ് ചെയ്യാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ആ കവണ ഉപയോഗിച്ച്, അതൊരു മെറ്റഫറാണ് അവിടുത്തെ. അതായത് ഈ കവണ ഉപയോഗിച്ചിട്ട് ഈ കല്ല്, ഇത് ഈ പഴയ ഗുലിയാത്ത് കഥയുടെ ഒരു സംഭവം, അതൊക്കെ ഉണ്ടാകുന്നൊരു സ്ഥലം കൂടിയാണല്ലോ ഇത്. ആ നിലക്കാണ് അത് വരുന്നത്. ഈ എഡ്വേർഡ് സെയ്തും ചെയ്യുന്നതാണ്. ഞാൻ നിയമലംഘിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കവണയിൽ കല്ല് വെച്ചിട്ടാണ് അടിക്കുന്നത്. അത് ദീർഘകാലം അവരുടെ
നമ്മൾ ഈ പിന്നെ മോർട്ടാർ എന്നൊക്കെ പറഞ്ഞിരുന്ന സാധനം പെപ്സി കുപ്പിയുടെ ഉള്ളിൽ നമ്മുടെ നാട്ടിലെ നാടൻ പടക്കം വെച്ചിട്ടുള്ള സാധനമാണ് ഈ ആദ്യകാലത്ത് അവരുടെ മോർട്ടാർ ഗ്രനേഡ് എന്നൊക്കെ പറയുന്ന സാധനം. അപ്പോൾ ഇതൊരു ശബ്ദം ഉണ്ടാക്കുമല്ലോ, ആ ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്നതാണ്. അതല്ല പക്ഷേ നമ്മൾ 1500 മോർട്ടാർ വായിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നമ്മളെല്ലാം ഈ ചർച്ചയിലും പിന്നെ ഹമാസിനെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ വാസ്തവത്തിൽ അത് ഹമാസിനെ കുറിച്ചല്ല, പലസ്തീനെ കുറിച്ച് തന്നെയാണ്. പലസ്തീനികളെ കൊന്നു തീർക്കണം എന്നുള്ളത് തന്നെയാണ്. അതായത് ഹമാസിനെ കുറിച്ച് സംസാരിക്കുന്നത്, ഹമാസ് ചെയ്തത് ശരിയായില്ല എന്ന രീതിയിൽ ഹമാസ് ഒരു ഭയങ്കര ക്രൈം ചെയ്തു എന്ന് പറയുന്നത് പലസ്തീനികൾ ഒരു ക്രൈം ചെയ്തു എന്നുള്ളതാണ്. ഹമാസ് വേണോ വേണ്ടെന്ന് പറയേണ്ടത് പലസ്തീനികളാണ്. അവരുടെ ഇടയിലാണല്ലോ അവരുള്ളത്. മാത്രമല്ല ഗാസ ഹമാസാണ് ഭരിക്കുന്നത്. അപ്പം ഹമാസ് ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നവർ പലസ്തീനികളോട് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള ഉത്തരം പറയാനുള്ള ധാർമ്മിക ബാധ്യത കൂടി ഉള്ളവരാണെന്നുള്ളതാണ്. ആ ഒരു ഉത്തരം കിട്ടുന്നില്ല. ആ ഒരു ഉത്തരത്തെക്കുറിച്ച് ആരും പറയുന്നില്ല. ഹമാസിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. മോസ്കോയിൽ IS ആക്രമണത്തിൽ 40 പേര് കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച എവിടെയായിരുന്നു ISന്റെ താലിബാൻ അഫ്ഗാനിലും ഇതാക്കി. ഇത് ഈ ഒരു മൂവ്മെൻറ്റിനെ നിരുത്സാഹപ്പെടുത്താനുള്ളൊരു ശ്രമമാണോ എന്നുള്ള, അതായത് ഹമാസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണയെ ഇല്ലാതാക്കാനുള്ള. അല്ല, അത് നമ്മളുടെ ഒരു കോമൺ സെൻസിൽ ഇതെല്ലാം കൂടിക്കുഴഞ്ഞ് കിടക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് നേരത്തെ മുസഫർ പറഞ്ഞാണ്, അതായത് ഹമാസ് എന്നുള്ളത് നമുക്കിനി ഡൈജസ്റ്റ് ചെയ്തിട്ടില്ല. പെട്ടെന്നൊരു സെക്കുലർ പെർസ്പെക്റ്റീവിൽ അങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ട് താനും. പക്ഷേ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു കാഴ്ചപ്പാട് പ്രസക്തമല്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ISIS, താലിബാൻ, അൽ-ഖ്വയ്ദ ആ ഒരു ലിസ്റ്റിലേക്ക് ഹമാസ് കൂടി ഉൾപ്പെടുത്തപ്പെടുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളെ കോമൺ സെൻസ്, നമ്മൾ ബോധപൂർവമല്ല, നമ്മളെ കോമൺ സെൻസിൽ, അതായത് ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്ത് പലതും നടക്കും. ആ പല കാര്യങ്ങളും ഇതിലേക്ക് കണ്ണി ചേർക്കപ്പെടുക. അപ്പോൾ അങ്ങനെ കണ്ണി ചേർത്തിട്ട് കണ്ടില്ലേ എന്ന രീതിയിലേക്ക് അത് സ്ലിപ്പ് ചെയ്യും. അല്ല, ഈ ചോദ്യത്തിൽ സ്ലിപ്പ് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ സ്ലിപ്പ് ചെയ്യും അത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും പാലസ്തീൻ വിമോചന പോരാട്ടത്തിന് പിന്തുണ നൽകുന്നവരെ അവരുടെ ഒരു വീര്യം കുറയ്ക്കാൻ ഇടവരുത്തും. അപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചാണോ ഇപ്പം നടന്ന ഈ ആക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. ആ രീതിയിൽ അത് ഉപയോഗിക്കപ്പെടാം. പ്രചാരണത്തിന് വലതുപക്ഷത്തിന് ആ രീതിയിൽ ഉപയോഗിക്കാം. പക്ഷേ പ്രചാരണത്തിന് വലതുപക്ഷത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് ഈ ഹമാസ് നടത്തുന്ന പ്രതിരോധം അത് പ്രതിരോധമാണ്. അതായത് നമ്മൾ ഈ 2003 ഒക്ടോബർ തുടങ്ങിയാൽ പോരാ, പക്ഷേ 2003 ഒക്ടോബർ 7 നടന്നത് പ്രതിരോധമാണ് എന്ന് നമുക്ക് നിസ്സംശയം ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അതേസമയത്ത് അത് പ്രതിരോധമാണ് എന്ന് ഉൾക്കൊള്ളുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിലേക്ക് കണ്ണിയാർക്കപ്പെടും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്, നമ്മളിപ്പോഴും ലോകം ഞെട്ടേണ്ട ഒരു കാര്യമാണ്, ലോകത്തിൽ വേറെ ഏത് രാഷ്ട്രമാണെങ്കിലും അവർക്ക് UN അംഗത്വം കിട്ടില്ല. കാരണം UN സമാധാന സന്ദേശവാഹകനാണ് ഈ ഫോൾക്ക് കൗണ്ട് ബെർണാഡോട്ട എന്ന് പറഞ്ഞ കക്ഷി. ലോകം മുഴുവൻ ആദരിക്കുന്ന റെഡ് ക്രോസിൻ്റെ ചെയർമാനാണ്. നിരവധി നയതന്ത്ര ബന്ധങ്ങളിൽ നേതൃത്വം വഹിച്ച ആളാണ്. സർവർക്കും സ്വീകാര്യനാണ്. അദ്ദേഹത്തെ പ്രഖ്യാപിച്ച് കൊല്ലുക ചെയ്ത് ആ കൊലയാളികൾ ആഘോഷിക്കപ്പെടുക ചെയ്ത് ഇസ്രായേൽ സയനിസ്റ്റ് ഭരണത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പിന്നീട് അവർക്ക് പദവികൾ കിട്ടുന്നുണ്ട്. സത്യത്തിൽ ആ കൊല നടന്ന് 48 സെപ്റ്റംബർ മാസത്തിലാണത്. ആ ഡേറ്റ് ഇപ്പോൾ ഞാൻ കൃത്യം ഓർക്കുന്നില്ല, 28 മറ്റോ ആണ്. അത് കഴിഞ്ഞ് ഉടനെ അവർക്ക് ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വം കിട്ടുകയാണല്ലോ. അത് തന്നെ സത്യത്തിൽ ഷോക്കിംഗ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഇൻസിഡൻ്റ് അതിനൊക്കെ ഇടവരുത്തുന്നത് ഇത് ചെറിയൊരു രാജ്യം എന്നുള്ള സംഭവമല്ല. ഇത് സാമ്രാജ്യത്വത്തിൻ്റെ മധ്യപൗരസ്ത്യ ദേശത്തെ ഒരു ഔട്ട് പോസ്റ്റാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണത് പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ അതിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം ഈ രാജ്യത്തിൻ്റെ അകത്ത് തന്നെ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പാലസ്തീൻ അനുകൂല നിലപാടുകൾ വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ബെഞ്ചമിൻ നെതന്യാഹു തന്നെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അയാൾ നടത്തിയ കൊള്ളരുതായ്മകൾ, അഴിമതികൾ ഇതൊക്കെ മൂടി വെക്കാൻ വേണ്ടിയാണ് ഈ വയലൻസൊക്കെ നടത്തുന്നതെന്നുള്ള
ഒരു നരേറ്റീവ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വിചാരിക്കുന്ന അത്ര ഈ പാലസ്തീനിലെ ജനങ്ങളൊക്കെ അങ്ങനെ കല്ല് പോലെ മരവിച്ച് ഇതിന് മുഴുവൻ പിന്തുണ നൽകുന്ന ആളുകളൊന്നുമല്ല. അവിടെ ജാതി മത ഈ ജൂത വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ ഇത് പിന്തുണയ്ക്കുന്നവർ അങ്ങനെ പറയുന്നതേ അസംബന്ധമാണ്. ഇത് മതപരമല്ല എന്ന് ഞാൻ തുടക്കത്തിൽ പറയാൻ കാരണം അതാണ്. ഒരുപാട് പേർ അതിൻ്റെ പേരിൽ തടവിൽ കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇന്ത്യയിലും അങ്ങനെയാണല്ലോ, ഇന്ത്യയിലും അങ്ങനെയാണ്. അപ്പോൾ സത്യത്തിൽ ഇതിനെ മൂന്നാം ഇൻതിഫാദയോ അല്ലെങ്കിൽ നാലോ എത്രയത് ആയിട്ട് വരിക നാലാം ഇൻതിഫാദ എന്ന രീതിയിൽ തന്നെ ഉൾക്കൊള്ളേണ്ടതാണ്. പക്ഷേ നമ്മുടെ കോമൺ സെൻസിന് ഇൻതിഫാദ എന്നുള്ള വാക്ക് തന്നെ സ്വീകാര്യമല്ലല്ലോ. നമ്മളെ കേരളത്തിൽ കലോത്സവ വേദിക്ക് ഇൻതിഫാദ എന്ന് പേര് വരുമ്പോഴേക്ക് നമ്മൾ പരിഭ്രമിച്ചു പോവുകയാണല്ലോ. അറബിയിലൊരു വാക്ക് കേൾക്കുമ്പോൾ അത് തീവ്ര സൗഹൃദം സൂചിപ്പിക്കുന്നൊരു വാക്കായിരിക്കും. പക്ഷേ അത് അറബിയിലാണെങ്കിൽ എനിക്ക് കൗതുകരമായി തോന്നിയൊരു കാര്യമുണ്ട്. ഈ കുമാരനാശാൻ്റെ ദുരവസ്ഥയിൽ പറയുന്നുണ്ടല്ലോ, ജമ്മിമാരില്ലമിടിച്ച് കുളംകുഴിപ്പിൻ, വെള്ളക്കാരെ ചുട്ടൊടുക്കുവിൻ, അല്ലായല്ലാതൊരു ദൈവം മലയാളത്തിൽ ഇല്ലാതാക്കിയിടുവിൻ, ഏത് ചെയ്തും. അവിടെ അള്ളാന്നുള്ളത് മാറ്റിയിട്ട് ഈശ്വരനോ മറ്റോ ആക്കിയിരുന്നെങ്കിൽ അതിൻ്റെ ഒരു ഭാവലോകം തന്നെ മാറിപ്പോവായിരുന്നു. ഈ വരി എടുത്തിട്ടാണ് ജന്മഭൂമിയും ഒക്കെ ഇതുപോലെ ജിഹാദിൻ്റെ തെളിവായി. അള്ളയല്ലാത്ത അള്ളയും ദൈവമൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പം ദൈവം എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു കൊണോട്ടേഷൻ അല്ല, അതിൻ്റെ ഒരു ഇതല്ല നമുക്ക് മലയാളിക്ക് അള്ളാന്ന് കേൾക്കുമ്പോൾ ഇതെന്തോ കുറച്ച് അപകടം പിടിച്ച സാധനമാണ്. ഇതും മറ്റൊക്കെ ഒന്ന് തന്നെയെന്ന് വിചാരിച്ചാൽ മതി, ഒന്നിനും കൊള്ളില്ല എന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ നമുക്കങ്ങനെ വിചാരിക്കാൻ പറ്റില്ല. നമ്മൾക്കിത് ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് അറബിയിൽ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. ജിഹാദ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമാണ്. ഈ വാക്കാണ് സഖാവ് സീനോ വീവ് പൗരസ്ത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഇൻ്റർനാഷണൽ സമ്മേളനത്തിൽ നമ്മൾ ക്യാപിറ്റലിസത്തിനെതിരെ ജിഹാദ് നടത്തണം എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ പൗരസ്ത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രതിനിധികളെല്ലാം കൂടി എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചത്. ആ ഒരു വാക്ക് കേട്ടിട്ടാണ് ഇന്ന് നമ്മൾ ആളുകൾ മുഖത്തടിക്കാൻ തയ്യാറായി നിൽക്കുന്നത്. ഈ ഒരു വൈരുദ്ധ്യം ഉണ്ട്.